അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം ഇന്ന് ഒരു പുതിയ സൂറ പഠിച്ചു തുടങ്ങാണ്. വിശുദ്ധ ഖുർആനിലെ 92-ാമത്തെ സൂറ സൂറത്തുൽ ലൈൽ ആണ് ഇന്ന് മുതൽ പഠിക്കുന്നത്. ഈ സൂറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിലാണ് അവതരിക്കുന്നത്. മക്കയിൽ ഇസ്ലാമിന് നേരെ, സത്യത്തിന് നേരെ ഉള്ള എതിർപ്പുകൾ വല്ലാതെ സ്ട്രോങ് ആയ സന്ദർഭത്തിലാണ്. അവതരണക്രമം അനുസരിച്ച് ഈ സൂറ 9ാമത്തെ സൂറയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, 2 തരത്തിൽ സൂറകളുടെ നമ്പർ എണ്ണാറുണ്ട്. ഒന്ന് ഖുർആനിലുള്ള ക്രമം അനുസരിച്ച്, അതാണ് 92. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 1 by 1 ആയി ഖുർആൻ അവതരിച്ച ഒരു ക്രമമുണ്ടല്ലോ, അതനുസരിച്ച് ഈ സൂറ 9ാമത്തെ സൂറയായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. ഈ സൂറയിൽ ആകെ എത്ര ആയത്തുകളുണ്ട്? 21 ആയത്തുകളാണ്. നമ്മൾ പഠിക്കുന്ന കൂടുതൽ ആയത്തുകളുള്ള ഒരു സൂറയാണ്. ഇനിയും വലിയ സൂറകൾ വരാനിരിക്കുന്നു അല്ലേ. 21 ആയത്തുകളാണ്. ഇനി അടുത്ത സൂറയുണ്ടല്ലോ, 91ാമത്തെ സൂറ, സൂറ അശ്ശംസ് വശംസി വദുഹാഹ. ശരിക്കും ഈ സൂറയും അഥവാ സൂറത്തു ഷംസും സൂറത്തു ലൈലും ഇണകളാണെന്ന് പറയും. അത്രയ്ക്കും സിമിലറായ ആശയങ്ങളാണ് ഈ 2 സൂറകളിലും വരുന്നത്. ഒന്ന് മറ്റൊന്നിനെ വിശദീകരിക്കുന്നു എന്ന രൂപത്തിൽ പരസ്പര ബന്ധമുള്ള സൂറത്തുകളാണ് ഇവ രണ്ടും എന്നാണ് പറയാം. എന്താണ് സൂറ അൽ ലൈലിൻ്റെ കണ്ടന്റ്? സൂറത്തുൽ ലൈല് ശരിക്കും നമുക്ക് വളരെ വ്യക്തമായ 2 വഴികൾ കാണിച്ചു തരും. 2 തരം ലൈഫ് സ്റ്റൈല്, അങ്ങനെയല്ലേ? ഒരാൾ നന്മയിൽ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരാൾ തികച്ചും തെറ്റിലൂടെ മുന്നോട്ട് പോവാണ്. ഇങ്ങനെ 2 തരം ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഈ സൂറ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. മനുഷ്യൻ അങ്ങനെയൊക്കെയാണ്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ കർമ്മങ്ങളൊക്കെ തികച്ചും വ്യത്യസ്തമാണ് എന്ന് അല്ലാഹു തആല ഈ സൂറയിൽ പറയുന്നുണ്ട്. ആദ്യത്തെ ആയത്തുകൾ, പ്രത്യേകിച്ച് ആദ്യത്തെ 11 ആയത്തുകളിൽ ഈ വിഷയം അല്ലാഹു വിശദീകരിക്കും. പിന്നെ വരുന്ന ആയത്തുകളിലെ പിന്നെയുള്ള 10 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, മനുഷ്യർക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഡ്യൂട്ടിയാണ്. അള്ളാഹു തന്നെയല്ലേ അത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ പ്രപഞ്ചം, ആകാശം ഭൂമിയൊക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം മുഴുവനും, ഈ യൂണിവേഴ്സ് ആരുടെയാ? അള്ളാഹുവിൻ്റേതാണ്. മറ്റാർക്കും അതിൽ അവകാശമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്ന എന്താണെന്നറിയോ? തിന്മ ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലം എന്താണ്, നന്മ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് പിന്നീട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സൂറ വളരെ ലളിതമാണ്. ഇതിലെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും കവിത പോലെ സുന്ദരമായിട്ട് കൊച്ചു കൊച്ചു വാക്യങ്ങളായിട്ട് അല്ലാഹു തആല അവതരിപ്പിക്കുന്നു. അതേസമയം ഇതിൻ്റെ ആശയം വളരെ പ്രധാനപ്പെട്ട ആശയമാണ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഈ സൂറ പാരായണം ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേകത കാണാം. എന്താണെന്നറിയോ? ഈ സൂറയിലെ 21 ആയത്തുകളും അവസാനിക്കുന്നത് ആ വാക്ക്, അവസാനത്തെ വാക്കിലെ അവസാനത്തെ അക്ഷരം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? യാ ആണ്. എന്നാൽ ആ യാഇൻ്റെ മുകളിൽ ചെറിയൊരു അലിഫ് കൊടുത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്താ, എങ്ങനെയാണത് വായിക്കുക? വല്ലൈലി ഇദാ യഗ്ഷാ എന്ന് പറയുമ്പോൾ അവിടെ യാ ആണ് എഴുതിയത്, എന്നാൽ അതിൻ്റെ മുകളിൽ ചെറിയൊരു അലിഫ് ഉണ്ടാകും. ആ അലിഫിനൊരു പേരുണ്ട്, അലിഫ് മക്സൂറ എന്നാണ് പറയുക. അതൊരു ചെറിയൊരു അലിഫാണ്. അപ്പോൾ അവിടെ നമ്മൾ എത്ര നീട്ടണം? ഒരു 2 അക്ഷരത്തിൻ്റെ അത്ര നീട്ടിയാൽ മതിയാകും. യഗ്ഷ എന്നല്ല, യഗ്ഷ, അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്യുന്ന രൂപത്തിൽ നിർത്തണം. എന്നാൽ നിങ്ങൾക്ക് ചെറിയൊരു ടാസ്ക് തരാം. ഇതിൽ 2 വാക്കുകൾ, ഒരു ആയത്തുകൾ അവസാനിക്കുന്ന 2 ആയത്തുകൾ അവസാനിക്കുന്നിടത്ത്
2 വാക്കുകൾ അലിഫില്ലാതെ ഉണ്ട്, യാ മാത്രമായിട്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. നമുക്ക് സൂറത്തുൽ ലൈൽ പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى. 11 ആയത്തുകളായി അല്ലേ? നന്നായിട്ട് ഭംഗിയിൽ പാരായണം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് 1-ാമത്തെ ആയത്തിലേക്ക് പോകാം. വല്ലൈലി ഇദാ യഗ്ശാ. എങ്ങനെയാ തുടങ്ങുന്നത്? വാവ് കൊണ്ടാണ് അല്ലേ? ഈ തുടക്കത്തിൽ വരുന്ന വാവിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? സത്യം ചെയ്യലാണ്. വാവുൽ ഖസ്മ് എന്നല്ലേ അതിൻ്റെ പേര്? നമ്മൾ നേരത്തെ ചില സൂറകൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. വൽ അസ്ർ പഠിച്ചു, അതുപോലെ വത്തീൻ പഠിച്ചു, വദ്ദുഹ പഠിച്ചു അല്ലേ? ചില സൂറത്തുകൾ ഇനിയും വരാൻ പോകുന്നുണ്ട്. വശംസ് ഉണ്ട്, അതുപോലെ വൽ ഫജ്ർ, ഇങ്ങനെ പല സൂറകളും ഇനിയും വരാൻ പോകുന്നു. വാവുൽ ഖസ്മ് കൊണ്ടാണ് ഈ സൂറ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വാവുൽ ഖസ്മ് കൊണ്ട്. വൽ ലൈൽ, ലൈല രാത്രിയാണ്. വൽ ലൈൽ രാത്രിയെ കൊണ്ട് സത്യം. ഇതാ ആയാൽ, യഗ്ശ ഇരുൾ മൂടിയ അവസ്ഥ ആണ് ഉദ്ദേശിക്കുന്നത്. ഗശിയ യഗ്ശ വന്ന് മൂടി എന്നാണ്. ഗശിയ യഗ്ശ. വൽ ലൈലി ഇദാ യഗ്ശ ഇരുൾ മൂടിയ രാത്രിയെ കൊണ്ട് സത്യം. ഇങ്ങനെയാണ് സൂറയുടെ തുടക്കം. ഗശിയ യഗ്ശ വന്ന് മൂടി എന്നാണ് അർത്ഥം. അല്ലാഹു തആല രാത്രിയെ സത്യം ചെയ്തുകൊണ്ടാണ് ഈ സൂറ ആരംഭിക്കുന്നത്. വന്ന് മൂടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്യുന്ന പോലെയല്ല, മെല്ലെ മെല്ലെ നട്ടുച്ചയിൽ നിന്ന് വൈകുന്നേരമായി, പിന്നെ അത് സന്ധ്യാസമയമായി, ഇപ്പോൾ ഒരു മങ്ങൽ വന്നു അല്ലേ? പിന്നെ മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുക്കുന്ന സമയമാകുമ്പോൾ ഒന്നുകൂടി ഇരുട്ടായി. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമസ്കാരം കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഇരുട്ടായിട്ട് മാറും അല്ലേ? ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഘട്ടം ഘട്ടമായി പകല് രാത്രിയായിട്ട് മാറുന്ന അവസ്ഥയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വല്ലൈലി ഇദാ യഗ്ശ. അടുത്ത ആയത്ത് വന്നഹാർ, പകലിനെ കൊണ്ടും. ലൈലിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് നഹാർ. വന്നഹാർ പകലിനെ കൊണ്ടും. ഇതാ അത് ആയാൽ, തജല്ല അത് വെളിപ്പെട്ടാൽ, പ്രത്യക്ഷമായാൽ. ഇതേപോലെ തന്നെ പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്യും പോലെയല്ല, മെല്ലെ മെല്ലെ സുബ്ഹായി, പിന്നെ കിഴക്കൻ ചക്രവാളത്തിൽ ഒരു പ്രത്യേക പ്രഭ വന്നു, മെല്ലെ മെല്ലെയാണ് നമ്മൾ വെളിച്ചത്തിലേക്ക് വരുന്നത് അല്ലേ? അതാണ് തജല്ല എന്നതുകൊണ്ട് ഉദ്ദേശം. വന്നഹാരി ഇദാ തജല്ല, പ്രത്യക്ഷമാകുന്ന വെളിപ്പെടുന്ന പകലിനെ കൊണ്ടും എന്നാണ്. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ 2 വാക്കുകളുണ്ടല്ലോ, ലൈലും നഹാറും പരസ്പര വിരുദ്ധമാണ് അല്ലേ? അങ്ങനെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നതും. രാത്രി ഇരുട്ടാണ്, പകലോ വെളിച്ചമാണ്. രണ്ടും വ്യത്യസ്തമാണ്. അല്ലാഹു തആല ഇനി അവസാനം പറയും, ഇതേപോലെ രാവും പകലും പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ, കറുപ്പും വെളുപ്പും പോലെ മനുഷ്യൻ്റെ കർമ്മങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് അല്ലാഹു പിന്നീട് പറയും. അത് പറയാനുള്ള ഒരു ആമുഖം എന്ന നിലക്കാണ് അല്ലാഹു തആല തുടക്കത്തിൽ തന്നെ ഇങ്ങനെ 2 പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ പിടിച്ച് സത്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു നോക്കൂ. വൽ ലൈലി ഇദാ യഗ്ശ, ഇരുട്ട് വന്നു മൂടുന്ന രാത്രിയെ കൊണ്ട് സത്യം. വൻ നഹാരി ഇദാ തജല്ല, വെളിപ്പെടുന്ന പകലിനെ കൊണ്ടും.
ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ഇരുളും വെളിച്ചവും രാവും പകലും തിരിച്ചറിഞ്ഞ ജീവിതത്തെ ഏറ്റവും നല്ല നന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല മക്കളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.